വിധി തനിച്ചാക്കിയ അമ്മയ്ക്ക് കാരുണ്യത്തിന്റെ തണൽക്കൂട്. ശാന്തമ്മയ്ക്ക് ഇനി കരുണാലയം അഭയമേകും. ഒറ്റപ്പെടലിന്റെ കഠിനമായ നോവ് അനുഭവിച്ചിരുന്ന വൃദ്ധമാതാവിന് ഒടുവിൽ സ്നേഹത്തിന്റെ തണലൊരുങ്ങി. അനാഥത്വത്തിന്റെ ഇരുൾമുറിയിൽ നിന്നും പരവൂർ മുനിസിപ്പാലിറ്റിയിലെ 31-ാം വാർഡ് പൂക്കുളം സുനാമി ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന 72 വയസ്സുള്ള ശാന്തമ്മ എന്ന വൃദ്ധമാതാവിനെ ചാത്തന്നൂർ കരുണാലയം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഒരു നാടിൻ്റെ ഉദാത്തമായ നന്മയും ഭരണകൂട സംവിധാനങ്ങളുടെ കനിവാർന്ന ഇടപെടലും ഒത്തുചേർന്നപ്പോൾ കണ്ണീർ വഴികളിൽ ഈ അമ്മയ്ക്ക് ഇനി സുരക്ഷിതമായൊരു വിശ്രമ ജീവിതം ഉറപ്പായി. ശാന്തമ്മ എന്ന വൃദ്ധമാതാവിൻ്റെ മക്കൾ ഇരുവരും അകാലത്തിൽ പൊലിഞ്ഞുപോയത് ഈ അമ്മയുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്രഹരമായിരുന്നു. കൊച്ചുമകളെ വിവാഹം കഴിപ്പിച്ചയച്ചതും കൊച്ചുമകൻ നിലവിൽ സ്ഥലത്തില്ലാത്തതിനാലും ഏറെ നാളുകളായി ഇവർ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഏകാന്തതയോട് പോരാടുകയായിരുന്നു. രോഗാവസ്ഥ മൂർച്ഛിച്ച് തീരെ അവശയായ ശാന്തമ്മയ്ക്ക് ഒടുവിൽ പ്രദേശത്തെ വാർഡ് കൗൺസിലറും ആശാവർക്കറും പരിസരവാസികളും ചേർന്നാണ് താങ്ങും തണലുമേകിയിരുന്നത്. ഔദ്യോഗിക സംവിധാനങ്ങളും സാമൂഹിക പ്രവർത്തകരും അമ്മയുടെ ദുരവസ്ഥയെറിഞ്ഞ് കൊല്ലം സ്നേഹിത വഴി വിവരം പന്മന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കൗൺസിലർ മഞ്ജുവിൻ്റെ ശ്രദ്ധയിലെത്തിക്കുകയായിരുന്നു. അവർ ജീവകാരുണ്യ പ്രവർത്തകൻ സിദ്ദിഖ് മംഗലശ്ശേരിയെ വിവരം ധരിപ്പിച്ചു. തുടർന്ന് ഒട്ടും വൈകാതെ തന്നെ ചവറ അമ്മ വീട് ഏഞ്ചൽ വാലി ഹോം ഡയറക്ടർ ഡോക്ടർ ഷെഫീഖ് ജൗഹരി, ആന്റണി മരിയാൻ എന്നിവർ സ്ഥലത്തെത്തി അമ്മയ്ക്ക് ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകളും പരിചരണങ്ങളും ഉറപ്പാക്കി. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ സ്നേഹിത കൗൺസിലർ വീണ പ്രസാദിനെയാണ് ചുമതലപ്പെടുത്തിയത്. പരവൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ പ്രദീപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുജാത, വാർഡ് CDS അംഗം നീതു തുളസി, ADS പ്രതിനിധി നീതു രാഹുൽ എന്നിവർ നേരിട്ടെത്തി ആവശ്യമായ എല്ലാ പ്രാദേശിക സഹായങ്ങളും ഏകോപിച്ച് നന്മയുടെ കാവലാളായി മാറി. നിയമത്തിന്റെ കാവലൊരുക്കി ലീഗൽ സർവീസ് അതോറിറ്റി ഈ അന്മയ്ക്ക് സ്ഥിരമായൊരു അഭയകേന്ദ്രം കണ്ടെത്താനായി കൊല്ലം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അപേക്ഷയുടെ ഗൗരവവും അമ്മയുടെ നിസ്സഹായാവസ്ഥയും മനസ്സിലാക്കിയ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സിവിൽ ജഡ്ജിയുമായ രേഖ ലോറിയൻ മാതാവിന് ആവശ്യമായ നിയമപരിരക്ഷ നൽകി അവരെ ഏറ്റെടുക്കാൻ അടിയന്തരമായി ഉത്തരവിട്ടു. ശ്രീ സിദ്ദിഖ് മംഗലശ്ശേരി DLSA ഓഫീസിൽ നൽകിയ റിപ്പോർട്ട് പ്രകാരം നമ്മൾ ശാന്തമ്മ എന്ന് പറയുന്ന അമ്മയെ ജില്ലാ നിയമസേവന അതോറിറ്റി ഏറ്റെടുത്ത് ചാത്തന്നൂർ കരുണാലയത്തിൽ ഏൽപ്പിക്കുകയാണ്. അമ്മയുടെ 2 മക്കളും മരണപ്പെട്ടു പോയി. അമ്മയെ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അമ്മയുടെ വിവരം അറിഞ്ഞ് ഞങ്ങൾ ഇന്ന് അമ്മയുടെ കസ്റ്റഡി കരുണാലയത്തിൽ ഏൽപ്പിക്കുകയാണ്. നിയമത്തിൻ്റെ വെറും വാക്കുകളിൽ ഒതുങ്ങാതെ ജഡ്ജി നേരിട്ട് ശാന്തമ്മ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തി അവരുടെ വിഷമതകൾ നേരിട്ട് കണ്ടറിഞ്ഞു. തുടർന്ന് ഔദ്യോഗിക സാമൂഹിക പ്രവർത്തകരുടെ പൂർണ്ണ സഹകരണത്തോടെ ശാന്തമ്മയെ ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന കരുണാലയത്തിൽ സുരക്ഷിതമായി എത്തിക്കുകയായിരുന്നു. രോഗത്തിൻ്റെയും അനാഥത്വത്തിൻ്റെയും കയ്പുനീർ കുടിച്ചിറക്കിയ ഒരു വയോധികയ്ക്ക് നിയമ സംവിധാനങ്ങളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ഒരേ മനസ്സോടെ കാവലൊരുക്കിയ ഈ സംഭവം നാടിനാകെ മാതൃകയും ജീവകാരുണ്യത്തിൻ്റെ ഉദാത്തമായ നേർക്കാഴ്ചയുമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.